ഡിസംബർ മാസത്തിലെ അതിശൈത്യമുള്ള അവസാനത്തെ ദിവസങ്ങളിലൊന്നായിരുന്നു അന്ന്. എന്നത്തെയും പോലെ മഞ്ഞു വീണുകിടക്കുന്ന ആ തണുത്ത പുലരിയിലേക്ക് വീടിന്റെ ഉമ്മറവാതിൽ മെല്ലെ തുറന്ന് തണുപ്പിനെ പ്രതിരോധിക്കാൻ പാകത്തിൽ ഒരു പഴയ കമ്പിളി പുതപ്പ് ദേഹമാസകലം പുതച്ച് ഷഹനാസ് സാവധാനം പുറത്തേക്കിറങ്ങി. അവരുടെ ചുക്കിച്ചുളിഞ്ഞ കൈകൾ പുതപ്പിനുള്ളിൽ മുറുക്കി പിടിച്ചിരുന്നു. പുതപ്പിന്റെ ചാരനിറത്തിന് അവരുടെ നരച്ച മുടിയോടും പഴുത്ത ജീവിതത്തോടും ഒരു വല്ലാത്ത ചേർച്ച തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു. ഓരോ ചുവട് വെക്കുമ്പോഴും അന്തരീക്ഷത്തിലെ കുളിര് വസ്ത്രത്തിന്റെ വിടവുകളിലൂടെ ഉള്ളിലേക്ക് അരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ആ തണുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പാത്രം നിറയെ പുഴുങ്ങിയ മുട്ടയുമായി പുഞ്ചിരിയോടെ അവർ മുറ്റത്തെ മഞ്ഞുതുള്ളികൾക്കിടയിലൂടെ ബാരാമുള്ള റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി മുന്നോട്ടു നടന്നു. ആകാശത്തു നിന്നും അടർന്നു വീഴുന്ന വെള്ളിപ്പഞ്ഞിക്കെട്ടുകൾ പോലെ മഞ്ഞിൻ തുള്ളികൾ ബാരാമുള്ളയെ പുതപ്പിച്ചു തുടങ്ങിയിരുന്നു. ആ തണുത്ത പ്രഭാതത്തിൽ റെയിൽവേ പാളങ്ങൾക്ക് ഇരുവശവും തലയുയർത്തി നിൽക്കുന്ന ദേവദാരു മരങ്ങൾ ഒരു നിശബ്ദ സാക്ഷിയെപ്പോലെ നിന്നു. മഞ്ഞുഭാരത്താൽ കുനിഞ്ഞുപോയ അവയുടെ കൊമ്പുകളിൽ നിന്നും തണുത്ത കാറ്റടിക്കുമ്പോൾ സ്ഫടികമണികൾ പോലെ മഞ്ഞുതുള്ളികൾ താഴേക്ക് ഉതിർന്നുകൊണ്ടിരുന്നു. ആദ്യം കാണുന്ന ഏതൊരാളെയും ഈ കാഴ്ച അമ്പരപ്പിക്കുമെങ്കിലും കാശ്മീർ താഴ്വരകളിലെ ഗ്രാമവാസികൾക്കിതൊരു പുതുമയല്ലായിരുന്നു. മാത്രവുമല്ല, അവിടുത്തെ നിത്യജോലി ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾക്ക് ആ കാലങ്ങൾ അത്രയും അതിജീവനത്തിന്റെ നാളുകളായിരുന്നു. കഠിനമായ തണുപ്പ് നിലനിൽക്കുമ്പോഴും അവിടേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ബാരാമുള്ള റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പല രാജ്യങ്ങളിലുള്ള ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. അത് ഷഹനാസിന് കൂടുതൽ ആശ്വാസകരമായിരുന്നു. കാരണം അവർ വിൽക്കാനായി കൊണ്ടുവന്ന മുട്ടകളെല്ലാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കാലിയാക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ രാത്രിയിലെ മഞ്ഞുവീഴ്ച ശക്തിപ്പെടുന്നതിന് മുൻപേ വീട്ടിലെത്താം. അന്ന് പതിവിന് വിപരീതമായി തിരക്കൽപ്പം ഒഴിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത നിരാശ തോന്നി. കുറച്ചു സമയം മുട്ട വിറ്റ് നടന്നതിന് ശേഷം ആളുകൾക്ക് വിശ്രമിക്കാനായി ഒരുക്കിയ ബെഞ്ചിൽ മുട്ട നിറച്ച പാത്രം വെച്ച് അവരതിനരികെയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയും അവിടെ വന്നിരുന്നു. ഷഹനാസ് അവളെ സൂക്ഷിച്ചു നോക്കി. ഈ കൊടും തണുപ്പിൽ കമ്പിളി വസ്ത്രമില്ലാതെ കീറി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവളെ കാണെ അവർ ആശ്ചര്യപ്പെട്ടുപോയി. ദിവസങ്ങളായി കുളിക്കാത്തതിന്റെ ലക്ഷണം ആ മുടിയിൽ കാണാം. മാത്രവുമല്ല, മുഖത്തും ദേഹത്തും അഴുക്കു പറ്റിയിട്ടുമുണ്ട്. ആ വൃദ്ധയ്ക്ക് പെൺകുട്ടിയോട് വല്ലാത്ത അലിവ് തോന്നി. അമ്മേ, എനിക്ക് വല്ലതും കഴിക്കാൻ തരുമോ? അപ്രതീക്ഷിതമായിരുന്നു ആ പെൺകുട്ടിയുടെ ചോദ്യം. ആ പെൺകുട്ടിയുടെ മുഖത്തെ നിസ്സഹായത ദയാലുവായ ആ വൃദ്ധയെ കീഴ്പ്പെടുത്തി കളഞ്ഞു. സമോവറിൽ നിന്നും ഒരു ഗ്ലാസ് ചായയും 2 മുട്ടയും അവൾക്ക് നേരെ നീട്ടി. ആക്രാന്തത്തോടെ ഞൊടിയിടയിൽ ആ പെൺകുട്ടി അത് കഴിച്ചു തീർത്തു. കുട്ടി എവിടുന്നാ? ഷഹനാസ് ശാന്തതയോടെ ചോദിച്ചു. ആ പെൺകുട്ടി മൗനമായി അവരെ നോക്കി. മോളെ പേരെന്താ? വാത്സല്യത്തോടെ ഷഹനാസ് ചോദിച്ചു. ആര്യലക്ഷ്മി. ആര്യ നേരിയ ഭയത്തോടെ ആ വൃദ്ധയെ നോക്കി. അവർ പുഞ്ചിരിച്ചു. ആര്യ വിഷമത്തോടെ നിലത്തേക്ക് നോക്കിയിരുന്നു. എന്തു പറ്റി മോളെ? നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അമ്മേ, എനിക്ക് ആരുമില്ല. എന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. ലോകത്തെനിക്ക് പോകാൻ ഒരിടവുമില്ല. ആര്യ വിതുമ്പി. ആ വൃദ്ധയ്ക്ക് അവളോട് പാവം തോന്നി. നീ എങ്ങനെയാ ഇവിടെ എത്തിപ്പെട്ടെ? ഷഹനാസ് കൗതുകത്തോടെ ആര്യയെ നോക്കി. ആര്യ ആശങ്കയോടെയും സങ്കടത്തോടെയും ആ വൃദ്ധയെ നോക്കി. ആ പെൺകുട്ടിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഡൽഹിയിലെ പ്രാന്തപ്രദേശമായ മംഗളപുരി എന്ന ഗ്രാമത്തിലായിരുന്നു ആര്യലക്ഷ്മിയുടെ വീട്. ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയും മരിച്ചുപോയ ആര്യയെ പിന്നീട് സംരക്ഷിച്ചത് അച്ഛന്റെ അനിയനായ കേശവറാവു ആയിരുന്നു. കേശവറാവും ഭാര്യ സുനന്ദയും ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു ആര്യലക്ഷ്മിയോട് പെരുമാറിയത്. പിന്നീട് തന്ത്രപരമായി ആര്യലക്ഷ്മിയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് സ്വന്തം പേരിലാക്കിയ കേശവറാവു ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. കുറച്ചെങ്കിലും ആര്യയോട് ദയ കാണിച്ചത് സുനന്ദ മാത്രമായിരുന്നു. കേശവറാവു സ്വന്തം മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകുമ്പോൾ ആര്യയെ തീർത്തും അവഗണിക്കുകയും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കുകയും ചെയ്തു. എങ്കിലും അവൾ അവിടെ സുനന്ദയുടെ ബലത്തിൽ തളരാതെ പിടിച്ചു നിന്നു. ആര്യ വളരും തോറും കേശവറാവു ആ പെൺകുട്ടിയെ മറ്റൊരു കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കിയ അന്നു മുതൽ സുനന്ദ കേശവറാവുവിനോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. പല സാഹചര്യങ്ങളിൽ നിന്നും സുനന്ദ അവളെ സംരക്ഷിച്ചു. പിന്നീട് ഒരു ദിവസം ആര്യയെ പണത്തിനു വേണ്ടി മറ്റാർക്കോ വിൽക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സുനന്ദ അന്ന് രാത്രി തന്നെ ആര്യയെ കള്ളവണ്ടിയിൽ കയറ്റി വിടുകയായിരുന്നു ചെയ്തത്. എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞ് അവസാനം ബാരാമുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ആ പാവം പെൺകുട്ടി.
ഷഹനാസിന് ആ പെൺകുട്ടിയോട് വല്ലാത്ത അടുപ്പം തോന്നി. അവളുടെ അവസ്ഥയറിഞ്ഞപ്പോൾ അവർക്ക് സങ്കടം സഹിക്കാനായില്ല. ആര്യ കരയുന്നതിനോടൊപ്പം ആ വൃദ്ധയുടെ കണ്ണുകളും ചോർന്നൊലിച്ചു. ഷഹനാസ് ആര്യയെ സ്വന്തം മകളെപ്പോലെ കണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയം ഷഹനാസിന്റെ മകനും മരുമകളും അവിടെ ഇല്ലായിരുന്നു. അവർ പുറത്തെവിടേക്കോ പോയതാണെന്ന് തിരിച്ചറിഞ്ഞ ഷഹനാസ് ആ പെൺകുട്ടിക്ക് വൃത്തിയാവാൻ ചൂടുവെള്ളവും മാറിയുടുക്കാൻ നല്ല വസ്ത്രവും നൽകി. ആര്യ നന്ദിയോടെ ആ വൃദ്ധയെ നോക്കി. അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് കഴിക്കാൻ ഭക്ഷണവും വിശ്രമിക്കാൻ സൗകര്യവും ഒരുക്കി. പുറത്തുപോയ ഫിറോസും ഭാര്യ മൈമൂനയും രാത്രിയായിട്ടും തിരികെ എത്തിയില്ല. ക്രൂരയായ മൈമൂനയെ കുറിച്ച് ഓർത്തപ്പോൾ അവർക്ക് ഭയം തോന്നിയെങ്കിലും അന്ന് രാത്രി മുഴുവൻ അവരെ കണ്ടില്ലെന്ന സമാധാനവും അവർക്കുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസം? അന്ന് രാത്രി രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ആര്യ ചോദിച്ചു. അല്ല, മകനും മരുമകളും ഉണ്ട്. എന്നിട്ടെവിടെ? അറിയില്ല, പുറത്തു പോയതാണെന്ന് തോന്നുന്നു. അതെന്താ, നിങ്ങൾ തമ്മിൽ വഴക്കാണോ? അല്ല, ഫിറോസിന് എന്നോട് സ്നേഹമുണ്ട്. പക്ഷെ മരുമകൾ ഒരു മനുഷ്യത്തല്ലാത്തവളാ. ഷഹനാസ് നിരാശയോടെ പറഞ്ഞു. നിങ്ങളെ ഉപദ്രവിക്കുവോ? ആര്യ അത്ഭുതത്തോടെ അവരെ നോക്കി. ദേഷ്യം വന്നാൽ. ഷഹനാസ് സങ്കടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ? വേറെ മക്കളില്ലേ? ആര്യയുടെ ചോദ്യം കേട്ട ഷഹനാസിന്റെ മിഴികൾ തുളുമ്പിപ്പോയി. അവരൊന്നും മിണ്ടിയില്ല. ആര്യ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു. അവർ നിരാശയോടെ അവളെ നോക്കി. എനിക്ക് 2 മക്കള് വേറെയുണ്ട്. പക്ഷേ ഷഹനാസ് ഒന്ന് നിർത്തി അവളെ നോക്കവേ ആര്യ എന്താണെന്നുള്ള അർത്ഥത്തിൽ ആ വൃദ്ധയെ നോക്കി. ഫിറോസ് എന്റെ 2ാമത്തെ മകനാ. മൂത്തവൻ ജാബിർ. അവൻ കുടുംബവുമായി വിദേശത്താണ്. പിന്നെ അവർ പറയാനൊന്നും മടിച്ചു. പിന്നെ ആര്യ കണ്ണുകൾ ചുളിച്ചവരെ നോക്കി. ഇളയവളായിട്ട് ഒരു മകള് കൂടി ഉണ്ടായിരുന്നു. ഷഹനാസിന്റെ മുഖം ദുഃഖത്താൽ കനത്തു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ വൃദ്ധ തുടർന്നു. അവൾ ഈ നാട്ടില് ജോലിക്ക് വന്ന ഒരു അന്യമതസ്ഥന്റെ കൂടെ ഓടിപ്പോയി. അന്ന് എന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല. നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു. ഞങ്ങളെ മോള് പോയ വിഷമത്തില് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. ആ സമയത്ത് ഒരു വട്ടം അവളും ഭർത്താവും ഇവിടെ വന്നിരുന്നേ. പക്ഷെ അദ്ദേഹം കാണാൻ തയ്യാറായില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാരും അവളെ തള്ളി പറഞ്ഞു. പിന്നെ എന്റെ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. എവിടെയാണെന്ന് പോലും ഒരു വിവരവുമില്ല. ഷഹനാസ് മുഖം പൊത്തിക്കരഞ്ഞു. ആര്യ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. പിന്നെയും ഒരുപാട് നേരം ആ വൃദ്ധയുടെ കേൾവിക്കാരിയായി അവൾ ഇരുന്നു. പിറ്റേന്ന് രാവിലെ രണ്ടുപേരും പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഫിറോസും മൈമൂനയും അവിടേക്ക് വന്നത്. ഷഹനാസിനരികെ ഒരു അപരിചിതയെ കണ്ട അവർ ഒന്ന് പകച്ചുപോയി. നിങ്ങൾ എന്താ ഇന്ന് ജോലിക്ക് പോയില്ലേ? മൈമൂന ദേഷ്യത്തോടെ ഷഹനാസിന് നേരെ ആക്രോശിച്ചു. ഉമ്മക്ക് വയ്യാത്തോണ്ടാവും. എനിക്ക് കടയിൽ പോണം. നീ ഭക്ഷണം എടുത്തതാ, ഫിറോസ് ഭാര്യയോട് പറഞ്ഞു. അവൾ അരിശത്തോടെ അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി. എവിടുന്ന് കിട്ടി ഈ പായ് വസ്തുവിനെ? ഇതിനെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കാനാണോ ഉദ്ദേശം? ഫിറോസ് കടയിലേക്ക് പോയതിന് പിന്നാലെ ഒരംഗത്തിനെന്ന പോലെ മൈമൂന വീണ്ടും അവിടേക്ക് വന്നു. ഷഹനാസ് ഒന്ന് പേടിച്ചെങ്കിലും ആര്യക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു. അത് മൈമൂനയെ കൂടുതൽ പ്രകോപിതയാക്കി. ദേ പെണ്ണെ, ഇവിടെ നിന്ന് വേഗം സ്ഥലം വിടാൻ നോക്കിക്കോ. ഇനി നിന്നെയും കൂടി തീറ്റിപ്പോറ്റ ഞങ്ങൾക്ക് വയ്യ. മൈമൂന രോഷത്തോടെ അവളെ നോക്കി. മൈമൂന, ഇതിൽ ഈ ഇടപെടണ്ട. ഈ കൊച്ചൊരു അനാഥ. ഇനി ഇവൾ ഇവിടെ എന്റെ കൂടെ കഴിയും. ഷഹനാസ് സഹികെട്ടുകൊണ്ട് പറഞ്ഞു. ഓഹോ, നിങ്ങൾക്ക് അത്രക്ക് അഹങ്കാരോ? അവളുടെ കലി കൂടി വന്നു. ഞാൻ അഹങ്കരിച്ചാൽ എന്താ? ഞാൻ അധ്വാനിച്ചിട്ടാണ് നിങ്ങളെയും തീറ്റിപ്പോറ്റുന്നത്. അതിൽ നിന്ന് ഒരു പങ്ക് ഇനി ഇവൾക്കുള്ളതാ, ആ വൃദ്ധ ഉറപ്പോടെ പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം വന്ന മൈമൂന ഒരു വടിയെടുത്ത് ഷഹനാസിന്റെ തലയ്ക്കടിച്ചു. അവർ ബോധരഹിതയായി വീണു. ആര്യ വെപ്രാളത്തോടെ മൈമൂനക്ക് നേരെ ചെന്നപ്പോൾ അവള് തന്ത്രപരമായി ആ പെണ്ണിനെ ഒരു കയറുകൊണ്ട് കട്ടിലിൽ കെട്ടിയിട്ടു. എന്നിട്ട് ഫിറോസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഈ പെൺകുട്ടി അമ്മയെ അടിച്ചു വീഴ്ത്തി വീട് കൊള്ളയടിക്കാൻ നോക്കി. ഞാൻ ഭാഗ്യത്തിന് അവളെ പിടിച്ചു കെട്ടിയിട്ടു. മൈമൂന ഫിറോസിനോട് കള്ളം പറഞ്ഞു. അതവൻ വിശ്വസിക്കുകയും ചെയ്തു. ഉമ്മ, എന്തിനായി ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റുന്നത്? എന്തിനാണ് ഇനിയും മുട്ട വിൽക്കാൻ വേണ്ടി പോകുന്നത്? താൻ കഷ്ടപ്പെട്ട് വളർത്തിയ മകൻ ഭാര്യയുടെ വാക്കുകേട്ട് തന്നെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഷഹനാസ് തകർന്നുപോയി. ഇതിനിടയിൽ ആര്യ തന്റെ കെട്ടഴിച്ചു വന്ന് ഷഹനാസിനോട് പറഞ്ഞു. ഉമ്മ, ഈ ക്രൂരന്മാരുടെ കൂടെ ഇനിയും കഴിയണ്ട. അവർക്ക് സ്വർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ എന്റെ കൂടെ വരൂ. എടേ, നീ ആരാ എന്റെ അമ്മയെ കൊണ്ടുപോവാൻ? ഫിറോസിന് ദേഷ്യം തോന്നി. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അമ്മയെ അടിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു?
സത്യം അന്വേഷിക്കാതെ സ്വന്തം അമ്മയെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളെപ്പോലൊരു മകനെ ഞാൻ കണ്ടിട്ടില്ല. മൈമൂന പറഞ്ഞത് കേട്ട് ഫിറോസിന്റെ തല താഴ്ന്നുപോയി. ആര്യ ഷഹനാസിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. ശേഷം തന്റെ ഫോൺ എടുത്ത് ഒരു കോൾ ചെയ്തു. ഉടനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ആഡംബരക്കാർ അവിടേക്ക് വന്നു. ഷഹനാസ് അത്ഭുതപ്പെട്ടു. ആര്യ അവരെ ഒരു വലിയ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ആര്യലക്ഷ്മി ഒരു വലിയ കോടീശ്വരന്റെ മകളായിരുന്നു. ബന്ധുക്കളുടെ കപട സ്നേഹം പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ വീട് വിട്ടിറങ്ങിയത്. അവളോടുള്ള വിശ്വാസീയത വർദ്ധിക്കാനായിരുന്നു അന്ന് അവൾ ഷെഹനാസിനോട് അങ്ങനെയൊരു കളവ് പറഞ്ഞത്. ആത്മാർത്ഥമായി തന്നെ സഹായിച്ച ഷെഹനാസിനെ അവൾ സ്വന്തം ഉമ്മയായി സ്വീകരിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഷെഹനാസ് തന്റെ മകനെ യാദൃശ്ചികമായി കണ്ടുമുട്ടി. അവൻ ആകെ തകർന്നു പോയിരുന്നു. ഉമ്മ, എന്നോട് ക്ഷമിക്കൂ. എന്റെ ഭാര്യ പറഞ്ഞത് നുണയാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞങ്ങളുടെ കുഞ്ഞു പോയി. നിങ്ങളോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണത്. ഫിറോസ് തന്റെ ഉമ്മയോട് ആത്മാർത്ഥമായി കുറ്റം ഏറ്റു പറഞ്ഞു. എനിക്ക് നിന്നോട് ദേഷ്യമല്ല മോനെ, പക്ഷെ ഞാനിപ്പോ വളരെ സന്തോഷവതിയാണ്. അള്ളാഹു എനിക്കൊരു മകനെ നഷ്ടപ്പെടുത്തിയപ്പോ പകരമായി എനിക്ക് മകളെ തന്നു. എനിക്ക് എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നുമ്പോ വരാം, പക്ഷെ ഞാൻ ഇനി എന്റെ മകളുടെ കൂടെയേ കഴിയൂ. ഫിറോസ് കുറ്റബോധത്തോടെ തന്റെ ഉപജീവന മാർഗമായ മുട്ട വിൽക്കാൻ ബാരാമുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ ഇത്രയും കാലം തന്റെ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടും വേദനയും അവൻ അറിയുകയായിരുന്നു.